ഹായ് ഫ്രണ്ട്സ്, ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈയൊരു വിഭവം എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യം അടുപ്പത്ത് ഒരു ചട്ടി ചൂടാകാൻ വെക്കുക. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് നന്നായി മുരിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് 3 വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കാം. വറ്റൽമുളക് ചെറുതായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ളു മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ നീളത്തിലാണ് നമ്മൾ വഴുതനങ്ങ അരിഞ്ഞെടുത്തിരിക്കുന്നത്. നല്ലതുപോലെ മസാല പുരട്ടിയെടുക്കുകയാണ്. ഇനി വഴുതനങ്ങ വേകുന്നതിന് ആവശ്യമായിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേകുന്നതിന് വേണ്ടി അല്പനേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അങ്ങനെ വഴുതനങ്ങ പകുതി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കതൊരല്പം ഒന്ന് ഇളക്കി കൊടുക്കാം, ഇല്ലെങ്കിൽ അടിവശം കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ച് നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈയൊരു വിഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.